cheesy tapioca. ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ. ജിമ്മി പോണോ? പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഇത് ഈ ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ. കപ്പ മരച്ചീനി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇനി ഇതൊരു ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. ഓക്കെ. നമ്മുടെ കപ്പ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആവശ്യമുള്ള കപ്പ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ. അപ്പം ഇത് മതി കേട്ടോ നമുക്ക്. കൈ മുക്കിമ്പിക്കില്ലേ? നല്ല ചൂടുണ്ട് കേട്ടോ. ഞാനൊന്ന് കൈ കൊണ്ട് ഉടച്ചു. അപ്പം ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. നല്ല ചൂടുണ്ട്. ഉച്ചക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഓക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തി എടുക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതാക്കി എടുക്കണം. ഓക്കെ. നമ്മുടെ കപ്പ ഈ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സോൾട്ട് മാത്രം ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത് മാത്രം. അതായത് ചീസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വേറെ മസാലകളൊന്നും നമ്മൾ ഇടുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടി വെക്കാം. മുട്ട വേണം കേട്ടോ. മുട്ട നമ്മൾ ചീസ് വെച്ചിട്ടാണ് നമ്മൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കപ്പ കുക്ക് ചെയ്തത് കൊണ്ട് അധികം ഫ്രൈ ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് ആ ചീസ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ നമുക്ക് ഓരോന്നേ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സോസും കൂട്ടി ടേസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. പരീക്ഷ നമ്മുടെ ചീസി ടാപ്പിയോക്ക. അടിപൊളി കേട്ടോ. നമ്മുടെ ആ ചീസിൻ്റെ ഫ്ലേവറാണ് കറക്റ്റ് നിൽക്കുന്നത്. നമ്മൾ വേറെ മസാലകളൊന്നും ഇടാത്തതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ. അടിപൊളിയാണ്. ഒരു വട്ടമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കപ്പയൊക്കെ മേടിക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. നമ്മളെപ്പോഴും കപ്പപ്പുഴുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയല്ലേ ഉണ്ടാക്കണം. കൊള്ളാം. ചീസ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം തന്നെയാണ് കേട്ടോ. വേറെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഡിഷിൻ്റെ ഇത് തന്നെ മാറ്റിക്കളയും. എന്താ പറയുക, ഭയങ്കര ഒരു ഡെലീഷ്യസ് ആയിട്ടുണ്ട്. അടിപൊളി. ക്യാമറമാൻ വേണം, ഞാൻ തന്നെ നിന്ന്. ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. അടിപൊളി ടേസ്റ്റിനടി. ക്യാമറമാനോട് കൊടുക്കാം, കൊതി കിട്ടണമെങ്കിൽ.
ഞാൻ ഉണ്ടാക്കിയ സംഭവം ടേസ്റ്റ് ചെയ്യാൻ ഇത്ര രണ്ടുപേര് വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ കഴിച്ചു നോക്കൂ. അടിപൊളി. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ, സി യു.